ഹലോ, ഞാൻ റെജീന MC, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഇസ്ലാമിക് മോട്ടിവേറ്റർ. ഇന്ന് ഞാൻ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇപ്പോൾ മിക്ക കുട്ടികളും മൊബൈലിലാണ് അവരുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറവാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കാരണം തന്നെ കുട്ടികളിൽ ഇന്ന് ഒരുപാട് അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഹെൽത്ത് വൈസ് വളരെ വീക്കാണ്. അവർക്ക് നല്ലൊരു ബോഡി തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. എപ്പോഴും അസുഖങ്ങൾ വരുന്ന, ഇമ്മ്യൂണിറ്റി കുറവാണ്. മെൻ്റൽ ഹെൽത്ത് അവരുടേത് വളരെ വീക്കായിട്ടുണ്ട്. എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്താണ് അവർ ഒരുപാട് വീക്കായി പോയിട്ടുണ്ട്. കാരണം എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നത് മൊബൈൽ ഫോണാണ്. കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർക്ക് മെൻ്റലി, ഫിസിക്കലി, ബിഹേവിയർ വേസിൽ എല്ലാം അവരിങ്ങനെ മാറ്റങ്ങൾ വന്ന് മാറ്റങ്ങൾ വരാന്ന് പറഞ്ഞാൽ ഗുഡ് ചേഞ്ചസ് അല്ല വരുന്നത്, ബാഡ് ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ കുട്ടികളിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് ഗുഡ് ചേഞ്ചസ് ആണ് വേണ്ടതെന്നാണ്. അവർക്ക് ഇതിനെല്ലാം കാരണം ഈ ബാഡ് ചേഞ്ചസ് ആണ് അവർക്ക് വരുന്നത് എന്നുള്ളത് നമുക്കത് അറിയാം. പക്ഷെ എന്തുകൊണ്ട് നമുക്കതിൽ നിന്ന് അവരെ മാറ്റി വെക്കാൻ പറ്റുന്നില്ല? ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പാരൻസ് ചെയ്യുന്നത് കുട്ടികളെ അടക്കി എവിടെയെങ്കിലും ഇരുത്തിയിട്ട് അവരുടെ ജോലികളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം അവർ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക. ആ സമയത്ത് കുട്ടികൾ ആ ഒരു ഫോണിലുള്ള കാർട്ടൂണോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാരൻസിന് സ്വസ്ഥമായിട്ട് അവരുടെ ജോലികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ടൈം പാരൻസ് ഫോൺ കൊടുത്തു തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കുട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് ഫോൺ കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. കാർട്ടൂണിൻ്റെയും പാട്ടുകളുടെയും ലോകത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഫുഡ് കഴിക്കുന്നത് അറിയാണ്ട് അങ്ങനെ കഴിച്ചു പോകും. അത് പാരൻറ്റിന് ഭയങ്കര ഒരു സമാധാനമാവും. ദെൻ പാരൻറ്റും ഹാപ്പി ആവുകയാണ്, കുട്ടിയും ഹാപ്പി ആവുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ സെക്കൻഡ് സ്റ്റെപ്പായി കുട്ടി മൊബൈൽ അഡിക്ഷനിലേക്ക് വരികയാണ്. ഒന്ന്, നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ജോലികൾ നടക്കുന്നുണ്ട്, കുട്ടി അവിടെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. അവിടെ നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഗുണം അവിടെ കണ്ടിട്ടാണ് നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ കുട്ടി അത് അഡിക്റ്റ് ആവുന്നത് നമ്മളറിയാണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കുട്ടിക്ക് മൊബൈൽ കാണിക്കാതെ ഭക്ഷണം കൊടുക്കുന്നത് കുട്ടിക്ക് പറ്റില്ല, കുട്ടി കഴിക്കില്ല. കുട്ടിക്ക് എന്താണോ താൻ കഴിക്കുന്നതെന്ന് റിയലൈസ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഭക്ഷണം വേണ്ട, മൊബൈലിൽ കണക്റ്റഡ് ആയിട്ടാണ് കുട്ടിയുടെ ഫുഡ് വരുന്നത്. വളർന്നു തുടങ്ങുമ്പോൾ സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് കുട്ടിക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേഷൻ ഇല്ല, ഇരിക്കപ്പൊറുതി ഇല്ല, റെസ്റ്റ്ലെസ്നെസ് വരാൻ തുടങ്ങുകയാണ്. ഓൾറെഡി ADHD ഉള്ള കുട്ടിയാണെങ്കിൽ ജന്മനാ തന്നെ അവർക്ക് ഇത്തിരി റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ടീച്ചേഴ്സിൻ്റെ പരാതിയായി, കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കുട്ടി വല്ലാണ്ട് റെസ്റ്റ്ലെസ്നെസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അവിടുന്ന് പിന്നെയും കുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുന്നു, നമ്മൾ ഫോൺ കൊടുക്കുന്നു. പിന്നെയും ഫോൺ നമ്മൾ കൊടുക്കണ്ട, കുട്ടി തെരഞ്ഞു പിടിക്കും. നമ്മൾ കൊടുത്തില്ലെങ്കിൽ വാശി പിടിച്ച് കരയും, ഫോൺ വേണ്ടി വരും. നമ്മൾ കുട്ടിയുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കുന്നു വീണ്ടും. 10 വയസ്സൊക്കെ ആവുന്ന സമയം മുതൽ തന്നെ കുട്ടികളിപ്പോൾ ഫോൺ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു, അവർക്ക് ഇമ്പൾസിവിറ്റി കൂടുന്നുണ്ട്, പാരൻസുമായിട്ട് ഭയങ്കര വഴക്ക്, പിന്നെ ഇത്തിരി ദയയില്ലാത്ത പോലത്തെ ഒരു പെരുമാറ്റം എന്നൊക്കെ ചില പാരൻസ് പറയും. ഒരു ദയയില്ലാത്ത പോലെ എന്നെ അടുത്തൊക്കെ പെരുമാറുകയാണ് അവർ എന്നൊക്കെ. അതെല്ലാം അവരുടെ ഈ മൊബൈൽ അഡിക്ഷൻ കാരണമാണ് വരുന്നത്. അപ്പോൾ സ്വഭാവത്തിലേക്ക് വരുന്നത് നോക്കൂ. അവിടുന്ന് അങ്ങോട്ട് അഡോൾസെൻ്റ് ഏജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ക്രൂവലിറ്റി വരാൻ തുടങ്ങുകയാണ്. ഫോണിൽ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുട്ടി ആരോടെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുട്ടി എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞാലോ ഫോൺ വാങ്ങി വയ്ക്കാൻ മുതിർന്നാലോ കുട്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. ഒന്നുകിൽ അവർ പാരൻസിനെ ആക്രമിക്കാൻ തയ്യാറാവുന്നു, അതല്ലെങ്കിൽ അവരെ തന്നെ നശിപ്പിക്കാൻ അവർ റെഡിയാണ്. അവർ സെൽഫ് ഹാം ചെയ്യുന്ന കുട്ടികളുണ്ട്, സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളെ നമുക്കറിയാം. അപ്പോൾ മൊബൈൽ ഫോൺ ഇത്രമാത്രം വില്ലനാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൊബൈൽ ഫോൺ കാണുന്ന സമയത്തും ഡ്രിങ്ക്സ് ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളിലും കിട്ടുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. ഈ ഹാപ്പി ഹോർമോൺ അവർക്ക് വരുന്ന കാരണമാണ് അവരിതിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആകുന്നത്. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്കൊരു വല്ലാത്ത അവസ്ഥ വരികയാണ്.
പിന്നെ ഈ അഡിക്ഷൻ നിന്ന് അവരെ മാറ്റി കൊണ്ടുവരണമെങ്കിലും ഇത് കുറേശ്ശെ ആയിട്ടേ പറ്റുള്ളൂ. പെട്ടെന്നൊരു ദിവസം ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വിത്ഡ്രോവൽ സിംറ്റം പോലുള്ള അവസ്ഥ ഉണ്ടായിട്ട് അവർ ഈ ഒരു ഹോർമോൺ വല്ലാണ്ട് അങ്ങോട്ട് പെട്ടെന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ സൂയിസൈഡ് അറ്റംപ്റ്റ്, സൂയിസൈഡ് തോട്ട്സ് വരാൻ ഈസിയാണ്. അപ്പോൾ അതും പടിപടിയായിട്ടേ നമുക്ക് കുറച്ചെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ യൂസ് കുട്ടികൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവരിൽ നിന്നത് മാറ്റിവെക്കുക. അത് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് കഴിയാത്തതല്ല. മുമ്പ് കാലത്തും എത്രയോ മക്കളെ വളർത്തിയ രക്ഷിതാക്കളുണ്ട്. നമുക്കറിയാം, അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിട്ടാണോ? ഒരാളോ രണ്ടാളോ ഒന്നും ആയിരിക്കില്ല അവർക്ക് മക്കളുണ്ടാവുക. ഇഷ്ടം പോലെ 5ഉം 6ഉം മക്കളുള്ള അമ്മമാർ ഓരോ മക്കൾക്കും ഭക്ഷണം കൊടുത്തിട്ടും ഓരോ മക്കളെയും സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടും ഓരോ മക്കളെയും താരാട്ട് പാടി ഉറക്കിയിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെയും നമുക്ക് ആ രീതിയിലുള്ളൊരു പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മൊബൈൽ അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും.